ഹായ് ഫ്രണ്ട്സ്, ബൈത്തുൽ ഗാർഡനിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും സ്വാഗതം. എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? എല്ലാവർക്കും സുഖമല്ലേ? അപ്പോൾ ഇന്നത്തെ എൻ്റെ ഒരു വീഡിയോ, നമ്മൾ ചെടികൾക്ക് എല്ലാവരും ചകിരിച്ചോറ് ഉപയോഗിക്കുന്നുണ്ട്, അതായത് കോക്കോപീറ്റ് ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ ഈ ചകിരിച്ചോറ് നമ്മൾ ഉപയോഗിക്കുന്നത് എന്തിനാണെന്നുള്ളത് ആദ്യം തന്നെ പറയാം. ഞാൻ ഇന്ന് എടുക്കാൻ പോകുന്ന വീഡിയോ കടകളിൽ നിന്ന് നമ്മൾ ചകിരിച്ചോറിൻ്റെ, അതായത് ഓൺലൈനിൽ നിന്നൊക്കെ നമ്മൾ വരുത്തുന്ന ചകിരിച്ചോറിൻ്റെ ഒരു ബ്ലോക്കില്ല, അതായത് കട്ട കൊക്കോപീറ്റിൻ്റെ ബ്ലോക്ക്, അത് നമ്മൾ എങ്ങനെയാണ് നമ്മുടെ ചെടികൾക്ക് ഉപകാരപ്രദമാകുന്നത് അല്ലെങ്കിൽ ഉപയോഗിക്കുന്നത് എന്നതാണ് ഇന്നത്തെ എൻ്റെ വീഡിയോ. അപ്പോൾ വീഡിയോ ആരും സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് വാച്ച് ചെയ്യണം കേട്ടോ. അങ്ങനെ ചെയ്യുമ്പോൾ മാത്രമാണ് ഞാൻ എങ്ങനെയാണ് ഈ ഒരു ചകിരിച്ചോറിൻ്റെ കട്ട എങ്ങനെയാണ് ഞാൻ ചെടികൾക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന രീതിയിലാക്കുന്നത് എന്നുള്ളത് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ആദ്യം ചകിരിച്ചോറിനെ കുറിച്ച് പറയാം. നമ്മൾ ചെടികൾക്ക് നന്നായിട്ട് ഉപയോഗിക്കുന്ന ഒരു പോട്ടി മിക്സിൽ നമ്മൾ ചേർക്കുന്ന ഒരു കണ്ടൻ്റാണ് ഈ ചകിരിച്ചോറ്. അതായത് നമുക്ക് ചകിരി കുതിർത്തിട്ട്, നമ്മുടെ നാട്ടിലൊക്കെ ആകുമ്പോൾ ഈ ചകിരി എന്ന് പറയുമ്പോൾ തെങ്ങിൻ്റെ തേങ്ങ അല്ലേ, കോക്കനറ്റ്, ആ തേങ്ങ നമ്മൾ വെള്ളത്തിൽ, പുഴയോരൊക്കെ ഉള്ളവർക്ക് പുഴയോരത്തൊക്കെ അതിൽ ആഴ്ത്തിയിട്ടിട്ട് അത് ഇങ്ങനെ ഈ പുഴയത്ത് ഞാൻ കണ്ടിട്ടുണ്ട്, മുമ്പ് കാലങ്ങളിലൊക്കെ കണ്ടിട്ടുണ്ട്. അതിങ്ങനെ ഒരു ഇതുകൊണ്ട് ഇങ്ങനെ എന്താ പറയുക, വടി കൊണ്ടൊക്കെ ഇങ്ങനെ തച്ചിട്ട് ചകിരിയാക്കി എടുക്കുന്നത്. അപ്പോൾ അതിൽ നിന്ന് വീഴുന്ന ഒരു ഇതാണ് ചോറ് എന്ന് പറയുന്നത്, ചകിരി ചോറ് എന്ന് പറയുന്നത്. അതാണ് അത് നാരൊന്നും അടങ്ങാത്ത രീതിയിൽ നമുക്ക് എടുത്തിട്ട്, അത് കുറച്ച് ഉപ്പുപുളിയൊക്കെ ഉണ്ടാകും, അതൊക്കെ നമ്മൾ കഴുകി ഉപയോഗിക്കുമ്പോഴാണ് നമ്മൾ ചെടികൾക്ക് ഉപകാരപ്രദമാകുക. നമ്മൾ നാട്ടിൽ നിന്നൊക്കെ വാങ്ങുന്ന ചകിരിച്ചോറ്, അതായത് ഇവിടെയൊക്കെ ചകിരിൻ്റെ ഇതുണ്ട്, എന്താണ് പറയുക, കയറ് പിരിക്കുന്ന കമ്പനി തന്നെ ഉണ്ട്. കയറ് പിരി ഉള്ള സ്ഥലത്തൊക്കെയാണ് നമുക്ക് ചകിരിച്ചോറ് കിട്ടുക. അപ്പോൾ അവിടെ നിന്നൊക്കെ നമ്മൾ ചകിരിച്ചോറ് വാങ്ങിക്കൊണ്ടുവന്നിട്ട് നമ്മളത് കഴുകിയിട്ടൊക്കെ ഉപയോഗിക്കണം. അങ്ങനെയാണ് ഉപയോഗിക്കേണ്ടത്. അല്ലാതെ ഉപയോഗിച്ചാൽ പ്രശ്നമൊന്നുമില്ല, പക്ഷേ കഴുകി ഉപയോഗിക്കുന്നതാണ് നല്ലത്. അപ്പോൾ നമ്മൾ ചകിരിച്ചോറ് ഉപയോഗിക്കുന്നത് ഹാങ്ങിങ് ചെടികൾക്കൊക്കെ നമുക്കറിയാം, ഹാങ്ങിങ് ചെടികൾക്കൊക്കെ ഈ വെയിറ്റ് കുറയാനൊക്കെ നമ്മൾ ചകിരിച്ചോറ് ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ നല്ലതാണ് കേട്ടോ, ഹാങ്ങിങ് ചെടികളിലൊക്കെ. അതുപോലെ തന്നെ വേഗത്തിൽ നമുക്ക് ഈ ചെടികൾക്ക് വേരോടാൻ നമ്മൾ എന്ത് ചെയ്യും, ഈ പോട്ടി മിക്സിൽ ചകിരിച്ചോറ് ഉപയോഗിക്കും. അപ്പം ഒന്നാമത്തെ നമുക്ക് വെയിറ്റ് കുറയ്ക്കാൻ, അതായത് ഹാങ്ങിങ് ചെടിയിൽ, അതുപോലെ തന്നെ ഹാങ്ങിങ് പോട്ടിലൊക്കെ നമ്മൾ ഈ ചകിരിച്ചോറ് കൂടുതൽ ഉപയോഗിച്ചിട്ട് നമ്മൾ അതിന് വെയിറ്റ് കുറയും. രണ്ടാമത്തെ ഞാൻ പറയും പോലെ നമുക്ക് രണ്ടാമത്തത് ഈർപ്പം നിലനിർത്താൻ നമുക്ക് എന്ത് ചെയ്യാം, പോട്ടി മിക്സിൽ നമുക്ക് ചകിരിച്ചോറ് ഉപയോഗിക്കാം. മൂന്നാമത്തെ വേര് പിടിക്കാൻ, പെട്ടെന്ന് ഈ ബോഗൺവില്ലയൊക്കെ ചകിരിച്ചോറും മണ്ണ് മിക്സ് ചെയ്തിട്ട് നമ്മൾ വെച്ചിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ നമുക്ക് വേര് പിടിച്ച് കിട്ടുന്നത് കാണാൻ പറ്റും. അപ്പം ഞാൻ കടയിൽ നിന്ന് വാങ്ങിയിട്ടുള്ള ഒരു വളക്കടയിൽ നിന്ന് വാങ്ങിയിട്ടുള്ള ഇതാണ് ഒരു ചകിരി ചോറിന്, അതായത് കൊക്കോപീറ്റ് ബ്ലോക്ക് ഇതാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു കവറിലാണ് ഇത് വന്നിട്ടുള്ളത്, അത് ഞാൻ കാണിച്ചു തരാം. ഈ ഒരു കവറിലായിരുന്നു അത് വന്നിട്ടുള്ളത്. ഞാൻ ഒറ്റയ്ക്ക് വീഡിയോ എടുക്കുന്ന ഒരു ബുദ്ധിമുട്ടുകൊണ്ടാണ് ആദ്യം തന്നെ എടുത്തു വെച്ചത്. അപ്പോൾ അതിൽ ഈ ഒരു ഫോട്ടോ ആണ് കേട്ടുള്ളത്. ഈ ഒരു ഫോട്ടോ ആണ് കൊക്കോപീറ്റ് ബ്രിക്ക് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഫോട്ടോയും കൂടിയാണ് ഇതിലുള്ളത്, നിങ്ങൾ കാണുന്നില്ലേ? അപ്പോൾ ഇത് നമുക്ക് ഇതുപോലെ പൊടിച്ചെടുക്കണം. ഇതിൽ കാണിക്കും പോലെ നമുക്ക് എങ്ങനെയാണ്, ഇങ്ങനെ തന്നെ നമുക്കൊരിക്കലും ചെടിയിൽ ഉപയോഗിക്കാൻ പറ്റില്ല. അപ്പോൾ ഈ ഒരു കട്ട നമുക്കറിയാം, ഈ ഒരു കട്ട നമുക്ക് 1 കിലോൻ്റെത്, 5 കിലോൻ്റെത്, 2 കിലോൻ്റെ ഒക്കെ നമുക്ക് കിട്ടുന്നുണ്ട്. ഇത് 5 കിലോൻ്റെ ഒരു കട്ടയാണ് കേട്ടോ, ചകിരിച്ചോറിൻ്റെ ഒരു ചകിരിച്ചോറിൻ്റെ കട്ട, അതായത് കോക്കോപീറ്റ് ബ്ലോക്കാണ് ഞാൻ വാങ്ങിയിട്ടുള്ളത്. അപ്പോൾ ഇതിന് ഏകദേശം എനിക്ക് തോന്നുന്നത് 200 രൂപ, അങ്ങനെ എന്തോ വിലയുള്ളൂ. 200 രൂപയാണ് ഇതിൻ്റെ വില, ഇതിൽ കാണിക്കുന്നില്ല. 210 രൂപയാണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ നമുക്കിത് ചെടിയിൽ എങ്ങനെയാണ് ഉപയോഗിക്കുന്നത് വെച്ചാൽ, നമ്മൾ നന്നായിട്ട് ഇതുപോലെ ഇതിലിട്ട് വെച്ചിട്ട് നമുക്ക് ഇതിൽ നന്നായിട്ട് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് ഇത് കുതിർത്തെടുക്കണം കേട്ടോ. അപ്പോൾ ഞാനിതിലേക്ക് വെള്ളം ഒഴിച്ച് കൊടുക്കാൻ പോവുകയാണ്. അപ്പോൾ നിങ്ങൾ വിചാരിക്കും ഇത് നമ്മൾ വെള്ളം ഒഴിക്കുന്നതിനനുസരിച്ച് ഇത് കൂടുതലായിട്ട് വരും കേട്ടോ. അപ്പോൾ ഇതിങ്ങനെ വെള്ളം ഒഴിച്ച് കൊടുക്കാം. വെള്ളം അധികം ഒന്നും ആവില്ല. നമ്മളിങ്ങനെ വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് ഇതിങ്ങനെ നന്നായിട്ട് ഇത് കുതിർന്നതിന് ശേഷം ഇത് കൂടുതലായിട്ട് വരും കേട്ടോ, കൂടുതലായിട്ട് വരിക ചെയ്യുക. അപ്പോൾ നമുക്കിത് നന്നായിട്ട് എന്താ പറയുക, ഇത് നല്ലോണം പൊടിഞ്ഞ് കിട്ടിയാൽ ഈ പാത്രത്തിനേക്കാൾ കൂടുതലൊക്കെ ഉണ്ടാവും കേട്ടോ. ഈ പാത്രത്തിലേക്ക് ഇതിൻ്റെ മുമ്പ് ഞാൻ വാങ്ങിയിട്ടുള്ളത് കോക്കോപീറ്റിൻ്റെ
പിന്നെ കമ്പോസ്റ്റ്, അതായത് പിന്നെ നമ്മൾ ചകിരിച്ചോറ് കമ്പോസ്റ്റ് ആക്കിയിട്ടുള്ള ഒരു കഴിഞ്ഞ പ്രാവശ്യത്തെ എനിക്ക് കിട്ടി. അങ്ങനെ പൊടിഞ്ഞിട്ടുള്ള ഒരു കമ്പോസ്റ്റ് രൂപത്തിലായിരുന്നു ഞാൻ ഓൺലൈനിൽ നിന്ന് വരുത്തിച്ചപ്പോൾ കിട്ടിയത്. പക്ഷേ ഈ പ്രാവശ്യം ഇങ്ങനെ കട്ടയാണ് കിട്ടിയിട്ടുള്ളത്. അതായത് അപ്പോൾ ഇത് നമുക്ക് നല്ല രീതിക്ക് വെള്ളം ഉപയോഗിച്ചിട്ട് നമുക്കിത് കുതിർത്തിടട്ടോ. ഇതിപ്പോൾ ഒരു മണിക്കൂറൊക്കെ ആവും ഇത് നന്നായിട്ടൊന്ന് പൊടിഞ്ഞ് കിട്ടണമെങ്കിൽ കേട്ടോ. ഇതൊരു മണിക്കൂറൊക്കെ ആയിട്ടുണ്ടെങ്കിൽ ഇതിങ്ങനെ പൊടിഞ്ഞ് കിട്ടുള്ളൂ. അതാ കണ്ടില്ലേ, ഇങ്ങനെ പൊടിഞ്ഞ് കിട്ടണമെങ്കിൽ ഒരു മണിക്കൂറൊക്കെ കഴിഞ്ഞിട്ടാണ്. അപ്പോൾ ഇത് നമ്മൾ ഇതിൻ്റെ ഉള്ള എന്തെങ്കിലും ഉപ്പുപുളിയൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ നമുക്ക് മാറി കിട്ടുകയും ചെയ്യും, നന്നായിട്ട് മാറി കിട്ടുകയും ചെയ്യും. ഇത് നമുക്കിങ്ങനെ പൊടിച്ചെടുക്കട്ടോ. ഇങ്ങനെ ഇത് വെള്ളമൊന്നും കൂടുതലാണെന്ന് വിചാരിക്കേണ്ട. വെള്ളമൊക്കെ ഈ ഒരു നമ്മൾ ചെടിയിൽ ഉപയോഗിക്കുന്ന, അതായത് പിന്നെ നമ്മൾ ഇൻഡോറിലൊക്കെ വെക്കുന്ന പ്ലാന്റിൽ നമ്മൾ ചകിരിച്ചോറ് ഉപയോഗിക്കാൻ കാരണം തന്നെ എന്താണ്, നമുക്ക് എപ്പോഴും ഇതൊന്ന് നനച്ച് കൊടുക്കണ്ടല്ലേ, എപ്പോഴും നനച്ച് കൊടുക്കേണ്ട. കാരണം ഈ ചകിരിച്ചോറിൽ നന്നായിട്ട് ഈർപ്പം, നമ്മൾ നനച്ചിട്ട് ഇന്ന് നനച്ചതാണെങ്കിൽ നാളേക്കും ഈ ചകിരിച്ചോറ് നമുക്ക് ഈർപ്പം ഇങ്ങനെ നിലനിൽക്കും. അതുകൊണ്ടാണ് നമ്മൾ കൂടുതലായിട്ട് നമ്മൾ ചകിരിച്ചോറ് ഉപയോഗിക്കുന്നത് അല്ലേ. അപ്പോൾ നമുക്ക് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ വേരോടാനും എല്ലാത്തിനും നമുക്ക് ചകിരിച്ചോറ് പോട്ടി മിക്സ് നമ്മൾ ചെയ്യാറപ്പം ഒരു കറക്റ്റ് പോട്ടി മിക്സ് എന്ന് പറയുന്നത് അതും കൂടി ഞാൻ പറയട്ടെ. ചകിരിച്ചോറ്, മണൽ, അതുപോലെ തന്നെ ചാണകപ്പൊടി, എല്ലുപൊടി, അത് കുറച്ച് സാഫ് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ കറക്റ്റ് പോട്ടി മിക്സ് ഉണ്ടാക്കുന്നത്. അതിൽ വേപ്പിൻ പിണ്ണാക്കും ഉപയോഗിക്കാം കേട്ടോ. അങ്ങനെയുള്ളൊരു പോട്ടി മിക്സാണ് നമ്മൾ ശരിക്കുള്ള പോട്ടി മിക്സ് എന്ന് പറയുന്നത്. അപ്പോൾ എന്തായാലും ചകിരിച്ചോറ് നമ്മൾ അധിക ചെടിയിൽ നമ്മൾ ചകിരിച്ചോറ് നന്നായിട്ട് ഉപയോഗിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ ഇങ്ങനെ പുതർത്തി വെച്ചിട്ട് നമുക്കൊരു മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ റിസൾട്ട് ഒന്ന് കാണാം കേട്ടോ. ഒരു മണിക്കൂറിന് ശേഷം നമുക്ക് ഇതിൻ്റെ റിസൾട്ട് ഞാൻ കാണിച്ചു തരുന്നതായിരിക്കും കേട്ടോ. ഞാനിത് വെള്ളമൊക്കെ പാർന്ന് നന്നായിട്ട് കുതിർന്നിട്ടുണ്ട് കേട്ടോ. നന്നായിട്ട് കുതിർന്നിട്ട് പിന്നെ ഇത് കണ്ടില്ലേ, ഈ ഒരു വട്ട കംപ്ലീറ്റ് ആയിട്ട് നിറഞ്ഞ് വന്നപ്പോൾ ഇതാ കണ്ടില്ലേ. അപ്പോൾ ഞാൻ കുറേയൊക്കെ അങ്ങോട്ട് മാറ്റി കൊടുത്തിട്ടോ. കുറേയൊക്കെ ഞാനിപ്പോൾ ഇതിലേക്ക് മാറ്റി കൊടുത്തിട്ടുണ്ട്. കണ്ടില്ല, അതാ ഇതൊരു അരമണിക്കൂറിന് ശേഷമുള്ള വീഡിയോ ആട്ടോ. അത് അരമണിക്കൂറിന് ശേഷം എന്ന് പറയുമ്പോൾ ഞാൻ ഈ ഒരു കണ്ടില്ലേ ഇതിലേക്ക് ഞാൻ നന്നായിട്ട് മാറ്റി കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഇതിലേക്കും ഞാൻ മാറ്റി കൊടുത്തിട്ടുണ്ട്. ഈ ഒരു കൊക്കോപിറ്റിൻ്റെ ഒരു മാജിക് എന്ന് പറയുന്നത്, അപ്പം നമ്മൾ 5 കിലോനാണ് പുതിർത്തിയിട്ടുണ്ടെങ്കിൽ കുതിർന്നാൽ അത് 5 ഇരട്ടിയായിട്ട് വർദ്ധിക്കും കേട്ടോ. നിങ്ങൾ ഫസ്റ്റ് കണ്ടിരിക്കുന്നല്ലോ ഇതിൻ്റെ ഒരു ബ്ലോക്കിലിട്ടത് കൊക്കോപിറ്റിൻ്റെ ഒരു കട്ടയിൽ നിന്ന് നമുക്ക് ഇത്രത്തോളം കിട്ടി. അതൊക്കെ നമുക്ക് കിട്ടിയതാണ്. ഇനിയും ഇതിൽ ഒരുപാട് നമുക്ക് എനിക്ക് തോന്നുന്നത് ഇതിപ്പോൾ ഒരു അരമണിക്കൂർ കഴിഞ്ഞിട്ട് ഇനി എനിക്ക് തോന്നുന്നത് ഇത് കുതിരാനുണ്ട് അടിയിലേക്ക്. കണ്ടില്ലേ, ഇനി ഇത് നമുക്ക് വെള്ളം ഒഴിച്ചിട്ട് നമുക്കിങ്ങനെ കുതിർത്തി എടുക്കാനുണ്ട് കേട്ടോ. നമ്മുടെ ചെടികൾ പെട്ടെന്ന് തന്നെ വേര് പിടിപ്പിക്കാനും അതുപോലെ തന്നെ നല്ല ഹെൽത്തി ആയിട്ട് വളരാനും ഒക്കെ തന്നെ നമ്മൾ വെയിറ്റ് കുറയ്ക്കാനൊക്കെയാണ് നമ്മൾ ഈ പിന്നെ ചകിരിച്ചോറ് നമ്മൾ ഉപയോഗിക്കുന്നത്. ഇത് കണ്ടില്ലേ, ഇനിയിപ്പോൾ എനിക്ക് തോന്നുന്നത് ഇനി കുറച്ചും കൂടി ഇതിൻ്റെ ഉള്ളിലേക്ക് ഇതിൻ്റെ ഒരു കണ്ടില്ലേ കട്ട ഇനിയും ഉണ്ട്. ഉള്ളിലൊന്നും ഇതായിട്ടില്ല. ഇനി മാറ്റി കൊടുക്കാൻ എൻ്റെ കയ്യിൽ പാത്രം ഇല്ലാത്തത് കൊണ്ടാണ്. ഇനിയിപ്പോൾ ഇതിൽ നിന്ന് കുറേശ്ശെ ഉണങ്ങിയിട്ട് വേറെ ഇതിലേക്ക് എന്തിനെങ്കിലുമൊക്കെ ഒന്ന് വിരിച്ചിടണം. എനിക്ക് തോന്നുന്നത് ഇനി അടിവശത്ത് ഇനിയും ഇത് കിട്ടാനുണ്ട് കേട്ടോ. നമുക്കിത് നല്ല രീതിയിൽ കണ്ടില്ലേ, നല്ല രീതിയിൽ തന്നെ നന്നായിട്ട് പൊടിഞ്ഞ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു പിന്നെ ചകിരിച്ചോറ് കുറച്ച് മോൾ ഭാഗം നിന്ന് എടുത്തിട്ട് ബാക്കിയും കൂടി വെള്ളം ഒഴിച്ചിട്ട് ചെയ്യാനുണ്ട്. ഈ ഒരു ചകിരിച്ചോറ് നമ്മൾ നന്നായിട്ട് ഉണങ്ങണം കേട്ടോ. നന്നായിട്ട് ഉണങ്ങിയിട്ട് കണ്ടില്ല, നല്ല കുറച്ചേച്ച് ഉണങ്ങി വരുന്നുണ്ട്. ഇതിങ്ങനെ ഇട്ട് കൊണ്ട് നന്നായിട്ട് ഇത് ഉണങ്ങിയതിന് ശേഷം നമുക്ക് എന്ത് ചെയ്യാം, നല്ലൊരു എന്തെങ്കിലും ഒരു പാത്രത്തിലോ ചാക്കിലോ അല്ലെങ്കിൽ എന്തെങ്കിലും കണ്ടെയ്നറിൽ നമുക്ക് ഇട്ട് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ ചെടികളിൽ ആവശ്യത്തിന് ചെടികൾ നടുമ്പോഴാണല്ലോ നമ്മൾ ഇടുക. നമ്മൾ പിന്നെ പോട്ടി മിക്സ് തയ്യാറാക്കുമ്പോഴാണല്ലോ നമ്മൾ ഈ ഒരു കൊക്കോപിറ്റ് ഇട്ട് കൊടുക്കുന്നത്. ആ ഒരു സമയത്ത് നമുക്ക് എന്ത് ചെയ്യാം, ഈ ചകിരിച്ചോറ് നമുക്ക് ഇട്ട് കൊടുക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ നമ്മൾ എന്താ ചെയ്തത്, ഇപ്പോൾ ഒരു വട്ടിലേക്ക് ആ കട്ട വെച്ചു, നമ്മൾ നന്നായിട്ട് വെള്ളം ഒഴിച്ച് കൊടുക്കുമ്പോൾ ഇതിങ്ങനെ പൊന്തി വന്ന് ഇത് ഇത്രത്തോളം
പിന്നെ കണ്ടില്ലേ, ഞാൻ വിചാരിച്ചത് ആദ്യം ഈ വട്ടിലേക്ക് മാത്രം ഉണ്ടാവുന്നതാണ്, ഈ പാത്രത്തിലേക്ക് മാത്രമേ ഉണ്ടാവുള്ളൂ എന്നാണ്. അപ്പോൾ ഇത് പിന്നെ ഒരുപാടായിട്ടുണ്ട്. അപ്പോൾ ഇത് എനിക്ക് ഉപകാരപ്പെട്ട്. ഞാനിത് മുമ്പ് ഗപ്പി വളർത്തിയിട്ടുള്ള ഒരു പോട്ടായിരുന്നു, ഒരു ബട്ടായിരുന്നു. അപ്പോൾ ഇതെനിക്ക് ഈ ഒരു എന്താ പറയുക, ചകിരിച്ചോറിന് ഈ ഒരു പാത്രം ഉപകാരപ്പെട്ടു. അപ്പോൾ അങ്ങനെയൊക്കെ ചെയ്തിട്ടാണ് നമ്മൾ ചകിരിച്ചോറ്, കടയിൽ നിന്ന് വാങ്ങുന്ന ചകിരിച്ചോറ് അതേപോലെ നിങ്ങൾ പിന്നെ അതാക്കി ഉപയോഗിക്കരുത്. നമ്മൾ എന്ത് ചെയ്യണം, ഇതിപ്പോൾ ഇതിൽ തന്നെ ഉപ്പുപുളി ഉണ്ടെങ്കിൽ ആ ഉപ്പുപുളിയും കൂടി നമുക്ക് മാറി കിട്ടും. ആ രീതിയിലാണ് ഞാനിത് നന്നായിട്ട് നനച്ച് നല്ല രീതിയിൽ വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടാണ് ചെയ്തത്. അപ്പോൾ നിങ്ങൾ കടയിൽ നിന്ന് വാങ്ങിയാൽ മതി. ചകിരിച്ചോറൊന്നും കിട്ടാത്തവർ നമുക്ക് ഓൺലൈനിൽ കൊക്കോപീറ്റ് ഓർഡർ ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ വീട്ടിലെത്തിക്കിട്ടും. നമുക്ക് നല്ല രീതിയിൽ, ഇപ്പോൾ ഞാൻ ഇവിടെ ഉള്ളതും കൂടി വിരിച്ച് വെച്ചത് ഞാൻ നോക്കട്ടെ. ഉണ്ടല്ലേ, ഇതൊക്കെ കുറച്ച് വെള്ളം ഒഴിവാകുന്നുണ്ട്. നല്ല രീതിയിൽ നമ്മൾ ഉണക്കി എടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് നന്നായിട്ട് കണ്ടില്ലേ, കുറച്ച് ചകിരിയൊക്കെ ഉണ്ട്, എന്നാലും നല്ല രീതിക്ക് തന്നെ നമുക്ക് ഇങ്ങനെ ആക്കിയെടുക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ ഈ രീതിയിൽ നിങ്ങൾ ചകിരിച്ചോറ് കിട്ടിയിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ ചെയ്താൽ മതി. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യണം. ലൈക്ക് എപ്പോഴും ഞാൻ പറയുന്നതാണ്. നിങ്ങൾ വിലയേറിയ പിന്നെ സപ്പോർട്ടാണ് ഞങ്ങൾക്ക് ആവശ്യം. അപ്പോൾ നിങ്ങൾ എന്തായാലും ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ എനേബിൾ ചെയ്ത് ഓൾ എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യുക. അപ്പോൾ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാവർക്കും ബൈ.